വിവിധതരം പക്ഷികളുടെ ജീവൻ തുടിക്കുന്ന പകർപ്പുകൾ കാണാൻ ക്ഷണിക്കുകയാണ് കൊച്ചിയിലെ ദർബാർ ഹാൾ. പക്ഷികളുടെ വ്യത്യസ്തമായ ഫോട്ടോകളാണ് പ്രദർശനത്തിനുള്ളത്. ഒപ്പം മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി എടുത്ത ചിത്രവും പ്രദർശനത്തിനുണ്ട്. ചിറകടിച്ചുയരുന്ന പക്ഷികളെ നോക്കി എനിക്ക് ചിറകുകളുണ്ടായിരുന്നുവെങ്കിലെന്ന് സ്വപ്നം കാണാത്തവരുണ്ടാകില്ല. അത്തരം സ്വപ്നങ്ങളിൽ നിന്നാണ് തൻ്റെ ജീവിതകാലം മുഴുവനും പക്ഷികൾക്ക് വേണ്ടി ചിലവഴിച്ച ഇന്ദുചൂടൻ കേരളത്തിലെ പക്ഷികൾ എന്ന അമൂല്യ ഗ്രന്ഥം എഴുതിയത്. ഇന്ന് പ്രകൃതി സ്നേഹികളുടെ കൈപ്പുസ്തകമായി മാറിയിരിക്കുകയാണ് പക്ഷികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥം. ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കലാമാധ്യമ രംഗത്ത് വന്നിരിക്കുന്ന പുതിയ എല്ലാ ഐഡിയകളെയും നമ്മൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ഫോട്ടോഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്യുകയും കാഴ്ചയുടെ രീതികൾ മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും വളരെ സട്ടിലായിട്ടുള്ള ആസ്പെക്ട്സ് വരെ നമുക്ക് വിസിബിളാണ് ഈ പുതിയ ഫോട്ടോഗ്രാഫി ടെക്നിക്സും പുതിയ ക്യാമറകളും ഒക്കെ കൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ജനങ്ങളിൽ എത്തിക്കുക, നമ്മളുടെ ചിത്രത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക, ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റുക എന്നൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ പ്രദർശനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇന്ദുചൂടൻ പകർന്നു നൽകിയ പ്രചോദനമാണ് കൊച്ചിയിലെ ദർബാർ ഹാളിൽ ഇന്ദുചൂടൻ ഫൗണ്ടേഷന്റെ പേരിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം. മേനിപ്പാറ കിളിയുടെ ചിറകുകളിൽ മഞ്ഞിന്റെ മൃദുലത, വലിയ മണൽക്കോഴിയുടെ ഭംഗിയിൽ മരുഭൂമിയുടെ മഹിമ, നീല തത്തയുടെ നിറങ്ങളിൽ ആകാശത്തിന്റെ വീതി, മൂന്നാം കോഴിയുടെ ചലനങ്ങളിൽ കടലിന്റെ കരുത്ത്, ഇതെല്ലാം പകർത്തിയ നിരവധി ഫോട്ടോഗ്രാഫർമാർ. എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ചിത്രങ്ങളിലൊന്ന് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക പകർത്തിയ ഒരു ചേരക്കോഴിയാണ്. എനിക്ക് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ നടൻ വീട്ടിലിരുന്നു കൊണ്ട് പകർത്തിയ ഈ ചിത്രമാണ് ഇപ്പോൾ പ്രദർശനത്തിലെ താരം. 2 വർഷം മുൻപ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം വിറ്റുപോയത് 3 ലക്ഷം രൂപയ്ക്കാണ്. ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറയല്ലോ, ഇത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ. പിന്നെ അതിനേറ്റവും അവരെ കൂടെ നിൽക്കുക എന്നുള്ളത്, അതിനോട് സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. മമ്മൂക്കാട് ചിത്രമൊക്കെ മനോഹരമായിട്ടുണ്ട്. മമ്മൂക്കാട് ചിത്രം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. മമ്മൂക്കാട് ചിത്രം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അച്ചുവേട്ടൻ പറയുന്നത് നമ്മൾ സുഹൃത്താണെന്ന് തോന്നുന്നുണ്ട്. മമ്മൂക്കാട് ചിത്രം 3 ലക്ഷം രൂപയ്ക്ക് എടുത്തു. അതൊക്കെ അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനത്തിനൊക്കെ വലിയ സഹായകമാവുന്നതൊക്കെ അത്തരം ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ നിലനിൽപ്പിന് നൽകുകയാണ്. പക്ഷികളുടെ ചിറകുകളിൽ പ്രകൃതിയുടെ കവിത വിരിയുന്നതും സ്വാതന്ത്ര്യത്തിന്റെ ഗാനം മൂളുന്നതും ജീവിതത്തിന്റെ നിറം മാറുന്നതും പ്രദർശനത്തിൽ കാണാം. ഓരോ ചിറകടിയിലും നമ്മുടേതായ സ്വപ്നങ്ങളും ഉയരുകയാണെന്ന് ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.